ഇത് യുകെയിലെ ഏറ്റവും വലിയ യാത്രാക്കപ്പൽ MSC വെർച്യൂസ 6300-ലധികം പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പുകളിൽ ഒന്നുകൂടിയാണിത്. ഇംഗ്ലണ്ടിൽ നിന്നും നോർവേയിലോട്ടുള്ള വ്യത്യസ്തമായ ഒരു റൂട്ടിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മലയോരങ്ങളിലെ കടലിടുക്കുകൾ നിറഞ്ഞ വഴിയിലൂടെ കപ്പൽ പോകുന്നത് ഒരു വിസ്മയ അനുഭവമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. ക്രൂയിസ് ഷിപ്പിൽ ചെലവ് കുറഞ്ഞ് യാത്ര ചെയ്യുന്നത് എങ്ങനെ, എപ്പോൾ ബുക്ക് ചെയ്യണം, എന്ത് ചെലവ് വരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നും നോർവേയിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരികെ എത്തുന്നതിന് 7 ദിവസമാണ് വേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ വിമാനത്തിൽ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഷിപ്പിൽ പോവുകയാണ്. പ്രത്യേകിച്ചും നോർവേ ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് ഷിപ്പ് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും. അൺലിമിറ്റഡ് ഫുഡ് ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ യാത്ര ചെയ്യാനാകും. നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നാണ്. മറ്റ് യാത്ര പോലെയല്ല, ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് കുറെ നേരത്തെ നമുക്ക് ബുക്ക് ചെയ്യണം. 2 മാസം മുൻപാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തത്. സാധാരണ 1 വർഷം മുൻപ് വരെ പലരും ഷിപ്പ് യാത്ര ബുക്ക് ചെയ്യാറുണ്ട്. ഇത് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ആയതുകൊണ്ട് തന്നെ വിസ ആവശ്യമുള്ള രാജ്യങ്ങളിലോട്ടാണെങ്കിൽ ആ വിസയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേക വിസയൊന്നുമില്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യാതൊരു വിസയും ആവശ്യമില്ലായിരുന്നു. വിമാനങ്ങളിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചക്കാലം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. 8 ദിവസമാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. ഈ കപ്പൽ നിൽക്കുന്ന ഷിപ്പ് യാർഡിനോട് ചേർന്ന് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. കാറിൽ നിന്ന് ഇറങ്ങി നമുക്ക് ടെർമിനലിലോട്ട് കയറാവുന്ന രീതിയിൽ അത്ര അടുത്താണ് കാർ പാർക്കിംഗ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഷിപ്പിൽ എത്താനും പറ്റും. 6300-ലധികം യാത്രക്കാരുള്ളത് കൊണ്ട് ഓരോ യാത്രക്കാരും എത്തേണ്ട സമയം അവർ മുൻകൂട്ടി നൽകും. എല്ലാവരും ഒരേ സമയത്തല്ല എത്തുന്നത്. പലർക്കും പല ടൈമാണ് നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ ടെർമിനലിലെത്തി. അതിനുള്ള വലിയൊരു ക്യൂ ആണ് നമുക്കിവിടെ കാണാവുന്ന പോലെ തന്നെ വലിയൊരു ക്യൂ ആണ്. നമ്മളിവിടെ നേരത്തെ വന്ന് നല്ല ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിവിടെ ക്യൂ നിൽക്കണം. അതേപോലെ നമ്മൾ ടാഗ് പ്രിന്റ് ചെയ്ത് ബാഗിൽ ഇതുപോലെ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് പിന്നെയും ഡിലേ ആകും. അത് പോയി പ്രിന്റ് ചെയ്തുകൊണ്ട് വരണം. ടാഗ് എല്ലാവർക്കും ഇമെയിലിൽ അവരയക്കും. ഷിപ്പിനുള്ളിലോട്ട് കയറുമ്പോഴുള്ള ആദ്യ കാഴ്ച ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഷിപ്പിന്റെ ഏത് സോണിലാണ് നമ്മുടെ റൂം എന്ന് ആദ്യം കണ്ടെത്തുക. കപ്പൽ ഇവിടെ തീരത്ത് തന്നെയാണ്. നമ്മുടെ കാർ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ UK-യിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കുറെ നേരം ഇവിടെ ഷിപ്പ് കിടക്കുന്നുണ്ട്. എല്ലാവരെയും കയറ്റിയ ശേഷം പോകുന്നതിന് വേണ്ടി കുറെ സമയം നമ്മളിപ്പോൾ റൂമിൽ സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ബഫേക്ക് ഓപ്പൺ ആണ്. നമുക്ക് വേണമെങ്കിൽ പോയി ഫുഡ് കഴിക്കാം. ഇവിടെ നമ്മൾ ഈ റൂം എടുക്കുമ്പോൾ ഇതേപോലുള്ള ബാൽക്കണി എടുക്കുകയാണെങ്കിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നോർവേയിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ധാരാളം വ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടി ഇതുപോലെ ബാൽക്കണി തന്നെയായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റ് പ്രത്യേകമായിട്ടും എടുക്കണം. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ വെറുതെ ആക്സസ് ചെയ്താൽ മതിയെങ്കിൽ അതിനുള്ള പ്രത്യേക പ്ലാനുകളുമുണ്ട്. നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാം. ഷിപ്പ് മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. പലരും പറയാറുള്ളൊരു കാര്യമാണ്, ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ കുലുങ്ങും, ബുദ്ധിമുട്ടാണ്, കടലിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നാൽ അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ചെറിയ കപ്പലുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് കപ്പൽ കുലുങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകാറുള്ളത്. ഇത്ര വലിയൊരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. വലിയ തിരമാലകൾ വന്നാലും കപ്പൽ മൂവ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീല് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ചെറിയ കപ്പലുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുള്ളത്. 1,81,000 ടൺ ഭാരമുള്ള കപ്പൽ 331 മീറ്ററാണ് ഇതിന്റെ ഉയരം. 19 നിലയുള്ള ഈ കപ്പലിൽ 2421 റൂമുകളുണ്ട്. 1704 ജോലിക്കാർ, 11 റെസ്റ്റോറന്റുകളും 21 ബാർ ആൻഡ് ലോഞ്ചുകളും. ഇതുപോലെ പ്രൈവറ്റ് റെസ്റ്റോറന്റുകൾ ഇതിനുള്ളിലുണ്ട്. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമ്മളുടെ സീറ്റ് റിസർവ്ഡ് ആയിരിക്കും. ഇത്രയും വലിയൊരു ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ടൗൺ സെന്ററിൽ എത്തിയ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുക. ഗ്രാൻഡ് തിയേറ്റർ, അതുകൂടാതെ കാസിനോ, അക്വാ പാർക്ക്, ഷോപ്പിങ്ങിനായി പ്രത്യേക സ്ട്രീറ്റ്, ധാരാളം കടകൾ, അതുകൂടാതെ നിരവധി റെസ്റ്റോറന്റുകൾ. ഒരിക്കലും നമ്മളൊരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള സെറ്റിംഗ്സ് ആണ് ഇവിടെ എല്ലായിടത്തും നൽകിയിട്ടുള്ളത്. ഈ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ റൂമിലോട്ട് പോകാം. നമ്മുടെ റൂം 1165 ആണ്. നമുക്ക് റൂമിലോട്ട് പോയി നോക്കാം. 11ാമത്തെ ഡെക്കിലാണ് നമ്മുടെ റൂമുള്ളത്. ഇപ്പോൾ അത് നമ്മുടെ ക്യാബിൻ ഇതാണ്. ഇതിന് റൂമിന് ക്യാബിൻ എന്നാണ് പറയുക. ഇപ്പോൾ 1165 ആണ്. നമ്മൾ വരുമ്പോൾ നമ്മുടെ ആക്സസ് കാർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ കാർഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ കയറിയാൽ മതി. നമ്മുടെ പേരും മുഴുവൻ ഡീറ്റെയിൽസ് ഇതിലുണ്ടാകും. ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. പുറത്തിറങ്ങിയിട്ട് തിരികെ വരുമ്പോഴൊക്കെ ഈ കാർഡ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്കിത് ആക്സസ് ചെയ്ത് റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതാണ് റൂം. ഷിപ്പിൻ്റെ ഉള്ളിലുള്ള റൂം. സാധാരണ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴും. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള റൂമാണ്. പല കാറ്റഗറിയിലുള്ള റൂമുകളുണ്ട്. അപ്പോൾ അത് ചിലത് ഇന്റീരിയർ ആയിട്ടുള്ള റൂമായിരിക്കും, ചിലതിന് പാർഷ്യൽ വിൻഡോ ഉണ്ട്, ബാൽക്കണി ഉണ്ട്. അതേപോലുള്ള പല കാറ്റഗറികളിലുള്ള റൂമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ബാൽക്കണിയുള്ള റൂമാണ്. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കടലൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണിത്. ബെഡ്റൂമിൽ നിന്ന് കടലിന്റെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓരോ കാറ്റഗറി റൂമിനും അതിന്റെ ഫെസിലിറ്റി അനുസരിച്ചാണ് ആ റൂമിന്റെ ചാർജ് ചെയ്യുക. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഒരു റൂം തന്നെയാണിത്.
ഇപ്പോൾ സോഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഹോട്ടലിൽ വന്ന് നമ്മൾ താമസിക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ചിലവ് കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷനുകളും ഈ ക്രൂസ് ഷിപ്പുകളിലെല്ലാം ഉണ്ട്. ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലുള്ള അക്കോമഡേഷൻ ആണ് നമുക്ക് ഈ ഷിപ്പിന്റെ ഉള്ളിൽ ലഭിക്കുക. എപ്പോഴും റൂം സർവീസും ഉണ്ട്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോഴും ജോലിക്കാരുമുണ്ട്. ക്രൂസ് ഷിപ്പിന്റെ ഉൾഭാഗം നമ്മളൊരു വലിയ ബിൽഡിങ്ങിൽ കയറിയതുപോലെയാണ്. ഇതിപ്പോൾ കുറേ ലിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 11ാം നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ 6 ലിഫ്റ്റുകളാണ് ഇപ്പോൾ ഈ കോറിഡോറിലുള്ളത്. ഇതേപോലെ മറ്റ് കോറിഡോറുകളും ഉണ്ട്. അപ്പോൾ വലിയൊരു ഷോപ്പിംഗ് സെന്ററിന്റെ ഉള്ളിലൊക്കെ നമ്മൾ വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഷിപ്പിന്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് തോന്നുക. ഇതുപോലെ ധാരാളം കോറിഡോറുകൾ, നിരവധി ലിഫ്റ്റുകൾ, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, സ്ട്രീറ്റുകൾ എല്ലാം ചേർന്ന വലിയൊരു ഏരിയയാണ്. നമ്മുടെ റൂമാണ് ആ കാണുന്നത്. അതേപോലെ 100 കണക്കിന് റൂമുകളാണ് ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിലുള്ളത്. ഏകദേശം 6500ഓളം പേരാണ് ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ താമസിക്കുന്നത്. അത്ര വലിയ ഏരിയ. അതിനോടൊപ്പം തന്നെ സ്ട്രീറ്റുകളും ഷോപ്പിംഗ് സെന്ററുകളും എല്ലാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലിഫ്റ്റിലാണ് പോകേണ്ടതെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇനി ലിഫ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കാത്തിരിക്കുന്നതിന് വേണ്ടി ഇതേപോലെ സോഫയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നല്ല കാർപ്പറ്റും നല്ല ഡിസൈൻസും ഒക്കെയാണ് ഇതിനുള്ളിലുള്ളത്. ഏറ്റവും നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുക. സീലിംഗിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ആ ഒരു പ്രൊഫഷണൽ ടച്ചാണ് നമുക്ക് ശരിക്കും ഈ ഇതിനുള്ളിൽ വരുമ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഏത് ഫ്ലോറിലാണോ പോകേണ്ടത്, ഇപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് എവിടെയാണോ വരുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഡി ലിഫ്റ്റിലാണ് നമുക്ക് പോകേണ്ടത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ വരുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള, നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുന്നതിനേക്കാളും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. പുറത്തേക്കുള്ള കാഴ്ചകളാണെങ്കിൽ എപ്പോഴും കടലൊക്കെ കണ്ടുകൊണ്ട്, തിരമാലകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു വ്യത്യസ്ത അനുഭവം കൂടിയാണ് ഒരു ക്രൂസ് ഷിപ്പിൽ പോകുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി നോക്കാം, അവിടെ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിൽ നമുക്ക് ആവശ്യമുള്ളത് എത്ര തവണ വേണമെങ്കിലും പോയി എടുത്ത് കഴിക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളുടെ ടേസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ക്രൂസ് ഷിപ്പ് യാത്ര. സീ ഫുഡ് ധാരാളമായിട്ടുള്ള രാജ്യമാണ് നോർവേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒക്ടോപ്പസ് ഒക്കെ ഇവിടെ വളരെ കോമൺ ആണ്. ഇതൊക്കെ അവരുടെ നോർമൽ ഫുഡിന്റെ ഭാഗമാണ്. 6300-ലധികം യാത്രക്കാർ ഉള്ള ഒരു ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ വലിയൊരു ഏരിയയാണ് ബുഫേ റെസ്റ്റോറൻറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ രാത്രി 10:30 വരെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനം. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊരു സമയം ഉണ്ടാകും. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പ്രത്യേക സമയമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. രാവിലെ 6 മണി മുതൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. രാത്രി 10:30 വരെ ഈ ബുഫേ റെസ്റ്റോറൻറ്റ് ഇതേപോലെ ഓപ്പൺ ആയിട്ടുണ്ട്. ആ സമയത്ത് എപ്പോഴും പുതിയ പുതിയ ഐറ്റംസ് അവർ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. രാത്രി 10:00-ക്ക് ശേഷവും കുറേ ഐറ്റംസ് ഇവിടെയുണ്ട്. സ്നാക്സ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ശനിയാഴ്ച രാവിലെയാണ് ഈ കപ്പലിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഇനി അടുത്ത ശനിയാഴ്ച രാവിലെയാണ് ഈ കപ്പൽ സതാംപ്ടണിൽ തിരികെ എത്തുക. ആ സമയത്ത് ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്ത തരം ഫുഡുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പല രാജ്യങ്ങളുടെ വ്യത്യസ്ത ടേസ്റ്റുകളെല്ലാം ഓരോ ദിവസവും സ്പെഷ്യാലിറ്റിയായി നൽകുന്ന രീതിയാണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളതും. നടന്നാൽ തീരാത്ത അത്രയും ദൂരത്തിലാണ് ഈ ഒരു ബുഫേ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റ് ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് എടുത്ത് റൂമിൽ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ മറ്റ് ഏരിയകളിൽ പോയിരുന്ന് കഴിക്കാം. അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് UK-യിൽ നിന്നുള്ള ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് രാവിലെ കാണാം. ഇനി ലഞ്ചിൻ്റെ സമയത്താണെങ്കിലും അതേപോലെ തന്നെ വ്യത്യസ്തമായ ധാരാളം ഐറ്റംസ് ഉണ്ട്. വെജ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ പ്രത്യേകമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ അതിനുള്ള പ്രത്യേക ഓപ്ഷൻ. നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ സ്പേസ് ആണിത്. ധാരാളം സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അതേപോലെ ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന ധാരാളം ഏരിയകളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു വശത്ത് നമുക്ക് ഇതുപോലെ കാണാം, കടലിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഒരു വശത്ത് കാണാം. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളും സൺബാത്തും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഏരിയയാണിത്. എവിടെ നോക്കിയാലും ഇതേപോലെ കടൽ, തീരങ്ങളൊന്നും ഇല്ലാതെ ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നമ്മൾ ഷിപ്പിന്റെ ഏറ്റവും പുറകുവശത്താണുള്ളത്. അപ്പോൾ നമുക്കിവിടെ വെള്ളത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മൾ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഷിപ്പ് പോകുന്ന പാതയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ നമ്മൾ താമസിക്കുന്നത് ഷിപ്പിന്റെ ഏകദേശം മുൻവശത്താണ്. ഇപ്പോൾ ഏറ്റവും പുറകുവശത്ത് റെസ്റ്റോറൻറ്റ് വന്നാണ് നമ്മൾ. അപ്പോൾ ആ സമയത്ത് നല്ലൊരു കാഴ്ചയാണ്. ചുറ്റും കടല്. നമുക്ക് ഇതേപോലെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്ര സമയം വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഫുഡ് എടുത്ത് കൊണ്ടുപോയി കഴിക്കാം. ഇഷ്ടമുള്ള ഇതേപോലുള്ള വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇതിലൂടെ ലഭിക്കുക. ഒരു 5 സ്റ്റാർ ഹോട്ടലിനുള്ളിൽ വന്ന ആ ഒരു ഫീലായിരിക്കും നമുക്ക് ഈ ഒരു ക്രൂസിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. അധികം ചൂടും തണുപ്പും ഇല്ലാത്തൊരു വെതറാണ് ഇപ്പോൾ. 16-18 ഡിഗ്രിയാണ് താപനില. ഇതേപോലെ വലിയ സ്വിമ്മിംഗ് പൂളാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാം. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ധാരാളം പേരാണ് ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ഏരിയ കൂടിയാണിത്.
ഒരാഴ്ചക്കാലം ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു സമയം മുഴുവൻ നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക, ഇതേക്കുറിച്ചൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഒരാഴ്ച പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലൂടെ നടക്കുമ്പോൾ ഇതേപോലെയാണ്. ഒരു വശത്തുകൂടി നമുക്ക് ഇതേപോലെ നടക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കടലിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിതിൽ നടക്കാവുന്ന രീതിയിൽ. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല ഷിപ്പിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. ഹോളിഡേ പോവുകയാണെങ്കിൽ വിമാനത്തിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ ഹോളിഡേക്ക് പോകുന്നതിനായി ക്രൂയിസ് ഷിപ്പുകൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഷിപ്പിനുള്ളിൽ കയറിയാൽ പിന്നെ തിരികെ എത്തുന്നത് വരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവർ, ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആയിട്ട് ഹോളിഡേ പോകുന്നവർ, അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഷിപ്പ് തന്നെയാണ്. കൂടുതൽ ദിവസകാലമൊക്കെ ഹോളിഡേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഷിപ്പിൽ തന്നെ പോവുകയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും വലിയ ഷിപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ഇപ്പോൾ ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്ന രീതിയിൽ തീരെ ഒന്നുമില്ലാതെ, ഒരു വട്ടം വരച്ചതുപോലെ തന്നെ കടൽത്തീരം ഒന്നുമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു അനുഭവം കൂടിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുക. അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ മാത്രം കാണാൻ കഴിയുന്ന ധാരാളം ആക്ടിവിറ്റീസാണ് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സെക്ഷനുകളുമുണ്ട്. ദിവസം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം ആക്ടിവിറ്റീസാണ് ഇവിടെ എല്ലാം ഉള്ളത്. മഴയില്ലാത്ത വെതർ നോക്കി ഹോളിഡേ ബുക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഈ കപ്പലിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഏരിയയാണ്. പ്ലേ ഏരിയ, അതുപോലെ ധാരാളം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ അഡ്വഞ്ചർ ഗെയിമുകളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഏരിയ കൂടിയാണിത്. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചുറ്റുമുള്ള വ്യൂ ശരിക്കും കാണാവുന്ന ടോപ്പ് ഫ്ലോറാണിത്. 19 നിലകളാണുള്ളത്. എഞ്ചിനിൽ നിന്ന് പുക പോകുന്നതൊക്കെ നമുക്കിവിടെ കാണാം. ഏറ്റവും ഉയരത്തിലാണിത്. അപ്പോൾ അത് നല്ല സ്പീഡിലാണ് ഇപ്പോൾ കപ്പൽ വയ്ക്കൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ടെന്നീസ് കോർട്ട് ഉൾപ്പെടെയുള്ള ധാരാളം ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ഇത് മറ്റൊരു ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രധാനമായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്ന ധാരാളം പ്രോഗ്രാമുകളാണ് ഇവിടെയുള്ളത്. രാത്രി സമയത്ത് കപ്പൽ സഞ്ചരിക്കുകയും രാവിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഹോളിഡേയ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറമേയുള്ള സ്ഥലങ്ങൾ കാണാനായി ഷിപ്പിൻ്റെ തന്നെ എക്സ്കർഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായി ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം. ഷിപ്പിൻ്റേതിനേക്കാൾ ചിലവ് കുറവാണ് നമ്മൾ തന്നെ നേരിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഓരോ സ്ഥലത്ത് കപ്പലെത്തുമ്പോഴും നമ്മൾ തിരികെ വരേണ്ട സമയവും അവർ പറയും. തിരികെ എത്തേണ്ട സമയത്തിന് മുൻപായി എത്തിയാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം വരാനുള്ള ആ ഒരു ഓപ്ഷൻ കൂടിയാണിത്. ഇനി ഇടയ്ക്ക് കപ്പലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് തിരികെ പോകണമെങ്കിൽ അതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എപ്പോൾ വേണമെങ്കിലും കപ്പലിനുള്ളിൽ വന്ന് ഫുഡ് കഴിച്ച് നമുക്ക് പിന്നെയും സ്ഥലങ്ങൾ കണ്ട് തിരികെ എത്താനുള്ള സൗകര്യങ്ങൾ കൂടിയാണ് ഈ ഷിപ്പിൽ നൽകിയിട്ടുള്ളത്. കപ്പലിനുള്ളിലൂടെ നടക്കുമ്പോൾ ഇതേപോലെയാണ്. ഒരു ഷോപ്പിംഗ് സെന്ററിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. രണ്ടു വശത്തും ധാരാളം കടകളെല്ലാം ഉണ്ട്. അവിടെ അധികം വിലയൊന്നുമില്ല സാധനങ്ങൾ വാങ്ങുന്നതിന്. ഡ്രസ് ഐറ്റംസ്, ആൽക്കഹോൾ ഷോപ്പുകൾ, അതുപോലെ ധാരാളം ഷോപ്പുകളുടെ ഒരു നിര തന്നെയാണ് ഈ സ്ട്രീറ്റിലുള്ളത്. ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ തീംസ് ഉണ്ടാകും. ഇന്ന് ഗാല പാർട്ടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒഫീഷ്യലായി ഡ്രസ്സ് ചെയ്ത് വരേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാവരെയും കാണാം. അതുപോലെ ഒഫീഷ്യലായിട്ടുള്ള ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് എല്ലാവരും. ഇതേപോലെയുള്ള ധാരാളം സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത് 2 റെസ്റ്റോറൻറ്റാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. ഒന്ന് ഓപ്പറ, അനദർ വൺ സിംഫണി. ഇതുപോലുള്ള പല സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകളും ഈ ഷിപ്പിനുള്ളിലുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും ഒക്കെ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണെന്ന്. എല്ലാവരെയും നമുക്ക് കാണാനും അവരോടൊപ്പം ഫോട്ടോ എടുക്കാനുമുള്ള ഒരു അവസരമാണ്. ഇതാണ് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ധാരാളം പേരാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. ഇതിലെ നടക്കുമ്പോൾ ഒരു കപ്പലിനുള്ളിലൂടെ നടക്കുന്നു എന്നൊരു തോന്നൽ നമുക്കൊരു സമയത്തും ഉണ്ടാകില്ല. ഇതേപോലെ വിശാലമായ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ആ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് പൊതുവെ കിട്ടുക. പിന്നെ നമ്മൾ ഷിപ്പിൽ യാത്ര ചെയ്യുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ ഒരു ഹോസ്പിറ്റൽ എന്നതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനായി പ്രത്യേക ഫ്ലോറും നൽകിയിട്ടുണ്ട്. കൂടുതൽ എമർജൻസി കേസുകളാണെങ്കിൽ ഹെലികോപ്റ്റർ വന്ന് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയും ഈ ഷിപ്പിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളുടെ ഈ യാത്രയിൽ ഒരു പേഷ്യന്റിന് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടായി. ആ സമയത്ത് ഹെലികോപ്റ്റർ വന്ന് അദ്ദേഹത്തെ മറ്റു ഹോസ്പിറ്റലിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. പകൽ സമയത്ത് കൂടുതൽ പേരും റെസ്റ്റോറൻറ്റിലും പരിസരത്തൊക്കെ ആണെങ്കിൽ ഒരു 4 മണി മുതൽ ഇതേപോലുള്ള വലിയൊരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. പ്രത്യേകിച്ചും തിയേറ്ററിൽ പോകുന്നവര്, ഷോപ്പിങ്ങിനായി എത്തുന്നവര്, മറ്റ്
സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകളിൽ പോകുന്നവരൊക്കെ ഇവിടെ നമുക്ക് കാണാം. സാധാരണ ഇതുപോലുള്ള യാത്രകളിൽ ഇന്ത്യക്കാരുടെ സാന്നിധ്യം വളരെയധികം കാണാറുണ്ട്. എന്നാൽ ഈ ഒരു യാത്രയിൽ നമുക്ക് അധികം ഇന്ത്യക്കാരെ കാണാൻ കഴിഞ്ഞില്ല. മലയാളികളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സ്ട്രീറ്റുകളിൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മലയാളികളായ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടതല്ലാതെ മറ്റ് യാത്രയ്ക്കായി എത്തിയ മലയാളികളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു യാത്ര ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ ഒരു ഹോളിഡേ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ട്രാവൽ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് ഈ ഒരു ഹോളിഡേ ബുക്ക് ചെയ്യാം. 6 മാസം മുൻപൊക്കെ മിക്കവരും തന്നെ ഷിപ്പ് യാത്ര ബുക്ക് ചെയ്യാറുണ്ട്. ആദ്യം നമ്മളൊരു ക്യാബിൻ ബുക്ക് ചെയ്യുമ്പോൾ ഇന്റീരിയർ ക്യാബിൻ ബുക്ക് ചെയ്താലും മതിയാകും. പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ബാൽക്കണി ഉൾപ്പെടെയുള്ള മേഖലകളിലോട്ടും ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അത്തരം ധാരാളം ഓപ്ഷനുകൾ പിന്നീട് അവർ നമുക്ക് നൽകും. ആ സമയത്ത് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുകയായിരിക്കും കൂടുതൽ എക്കണോമിക്കലായിട്ടുള്ളത്. കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഫാമിലി റൂം ഉണ്ട്. പ്രത്യേകിച്ചും സ്കൂൾ ഹോളിഡേ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ യാത്ര ചെയ്തത്. ആ സമയത്ത് ഹോളിഡേ ട്രാവലൊക്കെ കമ്പാരിറ്റീവ്ലി ചിലവ് കുറവുമായിരിക്കും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. പല സ്പെഷ്യാലിറ്റി ഐറ്റംസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ, അതേപോലെ തന്നെ പല പല ഷോകൾ ബുക്ക് ചെയ്ത് ആ ഷോ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവരാണ് താഴെ കാണുന്നത്. ഇപ്പോൾ ഒരു ഷിപ്പ് എന്നുള്ളത് ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്. വലിയ തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുക. ഇതുപോലുള്ള സ്ട്രീറ്റുകൾ നമുക്ക് കാണാം. ഇതൊക്കെ ബിൽഡിങ്ങുകൾ, വലിയ ബിൽഡിങ്ങുകളാണെന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം ഈ ഷിപ്പിനുള്ളിലുള്ള കൺസ്ട്രക്ഷനുകളാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ UK സൗതാംപ്ടണിൽ നിന്ന് മാത്രമല്ല മറ്റു പോർട്ടുകളിൽ നിന്നും ക്രൂസ് ഷിപ്പുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എങ്കിലും വലിയ ഷിപ്പുകളൊക്കെ പ്രധാനമായിട്ടും യാത്ര ചെയ്യുന്നത് സൗതാംപ്ടണിൽ നിന്നാണ്. ഡോവറിൽ നിന്നും ഷിപ്പുകളുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകുന്ന ഷിപ്പുകൾ പ്രധാനമായിട്ടും ഡോവർ തുറമുഖത്ത് നിന്നാണ് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതുപോലെ തിയേറ്ററുകളൊക്കെ ആക്റ്റീവ് ആകും. പ്രൊഫഷണൽ ഡാൻസേഴ്സിന്റെ നല്ല പ്രോഗ്രാമുകളാണ് എല്ലാ ദിവസവും ഉള്ളത്. മണിക്കൂറുകൾ നീണ്ട ഇത്തരം ധാരാളം പ്രോഗ്രാമുകളാണ് മെയിൻ തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കാണുന്നതിന് വേണ്ടി നേരത്തെ ബുക്ക് ചെയ്താൽ മതി. ഷിപ്പിന്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പല സ്ഥലത്തും സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കാർഡ് ടച്ച് ചെയ്ത് നമുക്ക് അന്നത്തെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വന്ന് ഇതുപോലെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. പാസ്തയും ഷെൽഫിഷും എല്ലാം ചേർന്ന ഒരു ഐറ്റമാണിത്. യൂറോപ്പിലൊക്കെ ഉള്ളവർ കൂടുതലായിട്ടും കഴിക്കുന്ന ഒരു ഫുഡ് കൂടിയാണിത്. പാസ്ത എല്ലാം കൂടി ചേർന്ന് ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഈ ഒരു രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അതുപോലെ ഗ്രിൽഡ് ബീഫാണ് വേറൊരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത്. അപ്പം മീഡിയം സ്പൈസി ആയിട്ടുള്ള ഗ്രിൽഡ് ബീഫാണ്. തീരെ എരിവ് പറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അതുപോലെ രാത്രി വൈകിയും ഇവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ രാത്രി 11 മണിയായിരിക്കുന്നു. ഇപ്പോഴും നല്ല തിരക്കാണ്. രാത്രി വൈകും വരെ ഇതുപോലെ ധാരാളം പ്രോഗ്രാമുകളും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഷിപ്പിലുള്ളത്. ഈ ഷിപ്പിന്റെ നടുഭാഗത്ത് ഇതേപോലെ വലിയ കോറിഡോറാണ്. നമ്മൾ താമസിക്കുന്നത് ഈ ഷിപ്പിന്റെ ഒരു വശത്താണെങ്കിൽ ഇതുപോലെ സെൻട്രലായിട്ട് ധാരാളം റൂമുകളുണ്ട്. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ചാർജിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഏരിയ ഇതേപോലുള്ള സെൻട്രൽ പ്ലേസ് ആണ്. അപ്പോൾ അതിന് വിൻഡോസ് ഉണ്ടാവില്ല. അപ്പോൾ കടലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബാൽക്കണിയുള്ള റൂമുകൾക്കാണ് കൂടുതൽ ചാർജ് നൽകേണ്ടത്. ഇപ്പോൾ UK താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിച്ചതിന് ശേഷം വിവിധ രാജ്യങ്ങളൊക്കെ വിസയൊന്നും ഇല്ലാതെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളാണുള്ളത്. ഇപ്പോൾ ഏത് രാജ്യത്ത് പോകണമെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അമേരിക്കയോ കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ എവിടെ വേണമെങ്കിലും നമുക്ക് വിസയൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ കൂടിയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഞാൻ അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ വിസിറ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു അങ്ങോട്ട് വിസ വേണോ എന്നുള്ളത്. യാതൊരു വിസയും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ മാത്രം മതി. പക്ഷേ യാത്രയ്ക്ക് മുൻപായി ഒരു ട്രാവൽ ഓതറൈസേഷന് വേണ്ടി ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്ലൈ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അപ്രൂവ് ആകുന്ന രീതിയാണിത്. കാനഡയോ അമേരിക്കയോ ഓസ്ട്രേലിയയോ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഫീ മാത്രം നൽകിയാൽ മതി. 15 മുതൽ 20 പൗണ്ട് വരെ മാത്രമാണ് ഫീ ആയിട്ട് നൽകേണ്ടതുള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പാസ്പോർട്ടിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരു ഡോക്യുമെൻറ്റും ആവശ്യമില്ല. നമ്മുടെ പാസ്പോർട്ട് അവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിസയൊന്നും നമുക്ക് ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസരം കൂടിയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നോർവേയിലെ ഫ്ലാമിലാണ്. അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണിത്. കപ്പലിലെത്താൻ എളുപ്പമാണെങ്കിലും റോഡ് മാർഗം ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആകാശം മുട്ട ഉയരമുള്ള മലനിരകളുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ തുരങ്കം വഴിയാണ് റോഡ് ട്രാൻസ്പോർട്ടുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നത്. കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള തുരങ്കത്തിലൂടെയാണ് ഇങ്ങോട്ട് വരാനായി കഴിയുള്ളൂ. നോർവേയുടെ ശരിയായ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഷിപ്പിലൂടെ യാത്ര ചെയ്യണം. കടലിടുക്കുകളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇതുപോലെ രണ്ടു വശത്തും മലനിരകൾ ധാരാളമുള്ള ഒരു ഏരിയയിലൂടെയാണ് കപ്പൽ യാത്ര ചെയ്യുന്നത്, കടലിടുക്കുകളിലൂടെ യാത്ര ചെയ്യുന്നത്. കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിലെത്തിയ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആദ്യം കിട്ടുക. എന്നാൽ കടലിനോട് ചേർന്നാണ് ഇത്രയും വലിയ മലനിരകളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
സാധാരണ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് ഇംഗ്ലീഷ് ടീ ആണ്. ചൂടുവെള്ളത്തിൽ പാലൊഴിച്ച് ടീ ബാഗ് ഇടുന്ന രീതിയിലുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഒരു ഇന്ത്യൻ വെയിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ചായ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണത്. ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി നമുക്ക് കുറേ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ എല്ലാം നടന്നു കാണുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ പുറത്തിറങ്ങി. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. മലനിരകളും ധാരാളം മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. അതിനോട് ചേർന്ന് തന്നെ ഇതേപോലെ കടൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം. ധാരാളം മരങ്ങൾ നിറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങിയ രാജ്യങ്ങളാണ് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ. ഇത് സ്കാൻഡിനേവിയൻ കൺട്രികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതേപോലുള്ള വലിയ മലയോട് ചേർന്നാണ് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഒരു ഫ്ലാറ്റ് ഇവിടെ നിർമ്മിച്ചതുപോലെയാണ് ഷിപ്പ് ഇവിടെ കിടക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു മലയാണ് നമുക്ക് കാണാൻ പറ്റുക. നോർവേ ഇതേപോലെയാണ്. വലിയ മലനിരകൾക്കിടയിലൂടെയുള്ള കടലെടുക്കുകളിലൂടെയാണ് കൂടുതൽ സമയവും നമ്മുടെ ഷിപ്പ് യാത്ര ചെയ്യുന്നത്. കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഷിപ്പിന്റെ വലിപ്പം മനസ്സിലാവുക. വലിയൊരു ബിൽഡിങ്ങിന്റെ താഴെ നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. ഇനി ഫ്ലാമിലൂടെ കുറച്ചു നേരം നടക്കാം. അധികം വലിയൊരു സിറ്റിയൊന്നുമല്ല, ചെറിയൊരു ഗ്രാമമാണ്. മരങ്ങൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഷോപ്പുകളും അങ്ങനെ തന്നെയാണ്. ഇതേപോലെ ചെറിയ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എല്ലായിടത്തും കാണാം. അതേപോലെ മരങ്ങൾ കൊണ്ട് മാത്രമായി വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ഇത് കപ്പലിന്റെ മുൻവശമാണ്. കപ്പല് റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അതിന്റെ ലാസ്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാവുന്ന രീതിയിൽ ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഷിപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നാത്ത അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ്. പുൽത്തകിടികൾ എല്ലായിടത്തുമുണ്ട്. വെള്ളത്തോട് ചേർന്ന് കടലിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന ആ ഏരിയകളിലെല്ലാം ഇതേപോലെ നമുക്ക് കാഴ്ചകൾ കാണാനും ഈ മലയോട് ചേർന്ന് വളരെ അപൂർവമായ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവ മുതൽ ലുസൻ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നോർവേയിലെ ഫ്ലാമിലെത്തുമ്പോൾ നമുക്ക് കിട്ടുക. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ടൂറിസം എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ റോഡുകളും സ്ട്രീറ്റുകളും ഒക്കെ കണ്ടാൽ മതി. ഇതേപോലെ മലനിരകളും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളും എല്ലാം ചേർന്ന അപൂർവമായ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. യൂറോപ്യൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം റെക്കമെൻഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഫിൻലൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ തുടങ്ങിയ സ്ഥലങ്ങൾ. സ്കാൻഡിനേവിയൻ ഏരിയ തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അതല്ലെങ്കിൽ പിന്നെ സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണെങ്കിലും അതിമനോഹരമാണ്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് സ്കാൻഡിനേവിയൻ കൺട്രികളെല്ലാം. ഫ്ലാം ഇതേപോലെയാണ്. ഓരോ സ്ഥലങ്ങളും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗവൺമെന്റ് സംരക്ഷിച്ചിരിക്കുന്നത്. തീരെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളാണ് ഈ നോർവേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം. എന്നാൽ നമ്മുടെ ഷിപ്പിൽ ഇത്രയധികം യാത്രക്കാരുള്ളത് കൊണ്ട് ഷിപ്പ് നിർത്തുമ്പോൾ സിറ്റി എല്ലാം വളരെ ആക്റ്റീവാകും. ഷിപ്പ് വരുമ്പോഴാണ് അവർക്ക് പ്രധാന ബിസിനസ്സുകളെല്ലാം ഉണ്ടാവുക. കപ്പൽ വന്നെത്തുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കപ്പൽ തിരികെ പോകുന്നതോടെ സിറ്റി വീണ്ടും ശൂന്യമാവുകയും ചെയ്യും. ഇതേപോലുള്ള ചെറിയ ചെറിയ ധാരാളം ഷോപ്പുകൾ ഇവിടെയുണ്ട്. റെസ്റ്റോറൻറ്റുകളും ചെറിയ ഫാസ്റ്റ് ഫുഡൊക്കെ വിൽക്കുന്ന കടകളും ധാരാളമായിട്ട് ഇവിടെ കാണാം. എങ്കിലും അധികം ആളുകൾ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങുന്നില്ല. കാരണം ഷിപ്പിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ ചുരുക്കം ചിലർ മാത്രമാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങുന്നുള്ളൂ. മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് മോഡറേറ്റ് വെതറുള്ള രാജ്യമാണ് നോർവേ. എല്ലാ സമയത്തും ഒരു നല്ല വെതർ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. തണുപ്പ് കാലത്താണെങ്കിൽ കൂടിയ തണുപ്പില്ല. ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നോർവേ. ചെറിയ താൽക്കാലിക ഷോപ്പുകളാണ് ഇവയെല്ലാം. ഷോപ്പിങ്ങിന് നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. അധികം വിലയൊന്നുമില്ല. നോർവേയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നിരവധി ഐറ്റംസും കടകളിലൊക്കെ കണ്ടു. വെയിലുള്ള കാലാവസ്ഥയാണെങ്കിലും 17-18 ഡിഗ്രിയാണ് താപനില. അപ്പോൾ നമ്മളിവിടുത്തെ ഷോപ്പിൽ നിന്ന് ചെറിയൊരു സൊവനീർ വാങ്ങി. നോർവേയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരെണ്ണം. കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ജിമ്മുകൾക്ക് പുറമെ ഇതേപോലുള്ള എക്സർസൈസ് ക്ലാസ്സുകളും നമുക്ക് ഫ്രീ ആയി അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സുകളുടെ സമയം കണ്ടെത്തി ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഓരോ ഫ്ലോറിൽ വരുമ്പോഴും ഇതേപോലെ വിശാലമായ ഏരിയ ഉണ്ട്. ലിഫ്റ്റിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സോഫ പ്രധാനമായിട്ടുള്ളത്. അവിടെ നിന്ന് ഓരോ റൂമുകളിലോട്ടുള്ള വഴിയാണ്. അത് ഇന്റീരിയർ റൂമുണ്ട്, അതുകൂടാതെ പുറമേയുള്ള റൂമുണ്ട്. ഓരോ ഫ്ലോറുകളും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളും ആർട്ട് വർക്കുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷിപ്പിന്റെ ഒരു സെൻട്രൽ പ്ലേസ് ആണ് ഇവിടെ. എപ്പോഴും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഒരു സാധാരണ ജീവിതം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഷിപ്പിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസിനും അവസരങ്ങൾ, അതുകൂടാതെ ഷോപ്പിങ്ങിന് വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, സ്ട്രീറ്റിലൂടെ നമുക്ക് നടക്കുന്നത് പോലെ നടക്കാൻ പറ്റുന്ന അത്ര വലിയൊരു ഷിപ്പാണിത്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഈ ഫ്ലോറിലുണ്ട്. ഓരോ ഫ്ലോറുകളിലും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ നമുക്കൊരു ടൗണിൽ വന്ന ആ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുക.
ഇപ്പൊ നമുക്ക് ഇതേപോലെ കാണാം, അത് ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് കൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന അതേ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഷിപ്പിന്റെ ഉള്ളിൽ താമസിക്കുമ്പോഴും ഉള്ളത്. ഇതൊരു വലിയ സ്പാ ഏരിയയാണ്. മറ്റൊരു വശത്തായിട്ട് റെസ്റ്റോറന്റുകൾ, ധാരാളമുള്ള സ്ട്രീറ്റുകൾ, അതെല്ലാം ചേർന്ന നല്ലൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് ഒരു ഷിപ്പിന്റെ ഉള്ളിൽ താമസിക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഷിപ്പിനുള്ളിൽ ഇതുപോലെ ക്രൂസ് ഷിപ്പിനുള്ളിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നോർവേയിലോട്ടുള്ള യാത്ര നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നല്ല ഒരു അനുഭവമായിരിക്കും. 7 നൈറ്റ്സ് ആണ് നമ്മൾ ഈ ഷിപ്പിനുള്ളിലുള്ളത്. നോർമൽ ലൈഫ് എങ്ങനെയാണോ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ഫ്ലോറുകളിലും വ്യത്യസ്തമായ ഫെസിലിറ്റികൾ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് നോയിസി ഏരിയയിൽ, ശബ്ദമൊക്കെ കൂടുതലുള്ള ഏരിയയിൽ റൂം ബുക്ക് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ലിഫ്റ്റിന് സമീപമായി, റെസ്റ്റോറൻറ്റുകൾക്കും പബ്ബുകൾക്കും ഒക്കെ സമീപമായി റൂം ബുക്ക് ചെയ്യാതിരിക്കുക. ഓരോ ഫ്ലോറിലും എന്തൊക്കെ സൗകര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് സ്ക്രീനുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി ഇഷ്ടമുള്ള ഫെസിലിറ്റി തിരഞ്ഞെടുക്കാം. ഈ ഒരു ഫ്ലോറിൽ പ്രധാനമായിട്ടും ഇതേപോലെ റെസ്റ്റോറൻറ്റുകളാണ് ധാരാളമായിട്ടുള്ളത്. അതുകൂടാതെ സ്പാ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ധാരാളം പബ്ബുകള്, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റുകൾ, സ്പാ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാമുള്ള ഫ്ലോറാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതേപോലെ ഓരോ ഫ്ലോറുകളിലും വ്യത്യസ്ത പ്രോഗ്രാമുകളും ആക്ടിവിറ്റീസും ഉണ്ട്. ഓരോ ഷിപ്പുകൾക്കും അവരുടേതായ പോളിസികളും പ്രോട്ടോക്കോളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര തുടങ്ങുന്നതിന് മുൻപായി എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, കൊണ്ടുവരാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ഐറ്റംസ് ബാഗേജിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഷിപ്പിനുള്ളിൽ നിന്ന് നമുക്ക് വാങ്ങാം, അതല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന വില മാത്രമേ ഉള്ളൂ ആൽക്കഹോൾ ഐറ്റംസിനും. ഇത് ബാർ ആൻഡ് റെസ്റ്റോറന്റുകളാണ്. ഇപ്പൊ വൈൻ ബോട്ടിലുകളൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതുപോലെ പലതരം റെസ്റ്റോറന്റുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ ഷിപ്പിനുള്ളിൽ. ജപ്പാനീസ് റെസ്റ്റോറന്റുകളെല്ലാം ഒരു വശത്ത്, ഇനി മറുവശത്ത് വേറെ പല രാജ്യങ്ങളുടെയും സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റുകളുണ്ട്. ബച്ചേഴ്സ് കട്ട് എന്നുള്ള റെസ്റ്റോറന്റ് ആണ്, ബാർ ആൻഡ് റെസ്റ്റോറന്റ് ആണ്. ഇതേപോലെയുള്ള ധാരാളം ബാർ ആൻഡ് റെസ്റ്റോറന്റുകൾ ഈ ഷിപ്പിനുള്ളിലുണ്ട്. മിക്ക ഷിപ്പുകളിലും ബഫേ റെസ്റ്റോറൻറ്റുകളെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പ്രത്യേകിച്ച് യാതൊരു ക്യാഷും ഒരു ഐറ്റംസിനും അവിടെ നൽകേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനാണ് ബഫേ റെസ്റ്റോറൻറ്റ് നൽകുക. എന്നാൽ മറ്റ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ ചില റെസ്റ്റോറൻറ്റുകളിൽ അവർ ചാർജ് ഈടാക്കും. അതേപോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ പ്രത്യേക മെനുവും പ്രൈസ് ലിസ്റ്റും ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുന്ന ആ ഒരു ഫെസിലിറ്റി തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഷിപ്പിൽ താമസിക്കുമ്പോഴും കിട്ടുക. 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലുള്ള ആ ഒരു സൗകര്യങ്ങളാണുള്ളത്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കടലൊക്കെ കാണാവുന്ന രീതിയിൽ അതുപോലെ ബാൽക്കണി ഉണ്ട്. അതുകൂടാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എപ്പോഴും റൂം സർവീസുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ അവർ നൽകുന്ന രീതിയിലാണുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വിശാലമായ റൂമാണിത്. എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്ത് ഒരു പുതിയ റൂം പോലെ അവർ സെറ്റ് ചെയ്ത് വെക്കും. എല്ലാ ദിവസവും നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ക്ലീനിങ്ങിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ അവർ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ടൈഡി ആയിട്ട് വെക്കുകയും ചെയ്യും. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു സി വി ഉള്ള റൂമാണെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ബാൽക്കണി റൂം എടുക്കുന്നതിന് ഒരു ഹോട്ടൽ അക്കോമഡേഷനും ഫ്ലൈറ്റ് ചാർജും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് കുറേ ദിവസങ്ങൾ ഇതേപോലെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ട്രിപ്പ് തന്നെയാണ് ക്രൂയിസ് യാത്രയിൽ ഉണ്ടാവുക. ഫ്ലൈറ്റ് യാത്രയൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സൗത്താംപ്ടണിൽ നിന്ന് ഷിപ്പിൽ കയറുക. ഇതുപോലെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ താമസിക്കുക. നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ കണ്ട് വിസിറ്റ് ചെയ്ത് വീണ്ടും സൗത്താംപ്ടണിൽ തിരികെ എത്തുന്ന രീതിയിലാണ് ഈ ഷിപ്പ് യാത്രയുള്ളത്. അതുകൊണ്ട് തന്നെ വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നവര്, പ്രായമായവര് ഒക്കെ ധാരാളം ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാനാകും. ഇപ്പൊ ഇതേപോലെ സോഫയുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം. രാജ്യങ്ങളെല്ലാം കണ്ട് നമുക്ക് തിരികെ എത്താം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങിയാൽ അവിടെ ബൊഫേ ഫുഡാണ്. നമുക്ക് ആവശ്യമുള്ള ഫുഡ് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. 100 കണക്കിന് വെറൈറ്റി ഫുഡാണ് അവിടെ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സൗത്താംപ്ടണിലെ ഈ ടെർമിനലിനോട് ചേർന്ന് തന്നെ കാർ പാർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാറിലോട്ട് കയറി വീട്ടിലോട്ട് പോകാവുന്ന രീതിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോളിഡേ തന്നെയാണ് ഷിപ്പ് യാത്രകളിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രൂയിസ് ഷിപ്പുകളിൽ യാത്ര ചെയ്യുക. നല്ലൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് നോർവേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റൂമിലാണെങ്കിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആ സൗകര്യങ്ങളെല്ലാം തന്നെ ഈ റൂമിലുണ്ട്. എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ജോലിക്കാരുണ്ട്. നമുക്ക് ആവശ്യമുള്ള എന്തും ടീയോ കോഫിയോ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മിൽക്കും കെറ്റിലും ടീ പൗഡറും കോഫി പൗഡറും ഷുഗറും എല്ലാം നമ്മുടെ റൂമിൽ എപ്പോഴും അവർ ടോപ്പപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലോട്ട് ചെല്ലുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കഴിക്കാനുമുള്ള സൗകര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇന്നർ ക്യാബിനുകൾ എടുക്കുകയാണെങ്കിൽ ഉള്ളത്. ഇതേപോലുള്ള റൂമാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ എല്ലാ വ്യൂസും കിട്ടുന്ന രീതിയിലാണ് ഇതുപോലുള്ള ബാൽക്കണി റൂം ഉള്ളത്. ഇന്നർ ക്യാബിനാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ലോഞ്ചിലോ റെസ്റ്റോറൻറ്റിലോ പോയിരുന്നാൽ മാത്രമാണ് ഈ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. എങ്കിൽ
നമ്മുടെ റൂമിൽ നിന്ന് തന്നെ ഈ വ്യൂ എപ്പോഴും കിട്ടുന്ന രീതിയിൽ സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഇനി നമുക്ക് ഇന്നർ ക്യാബിനാണ്. ചിലവ് കുറഞ്ഞ ക്യാബിനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേപോലുള്ള ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഷോപ്പിങ്ങിനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ. ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസും അതിൻ്റെ ഷോറൂമുകളൊക്കെ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാം. ഷിപ്പ് ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനോട് ചേർന്ന് ഇതേപോലെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. UK പ്രധാന ബ്രാൻഡുകളുടെയൊക്കെ ഐറ്റംസ് നമുക്ക് ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ കാണാം. അവരുടെ ഷോറൂമുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. മിക്ക ദിവസങ്ങളിലും തന്നെ പല പല ഓഫറുകളും അവർ നൽകുന്നുണ്ട്. യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക ഓഫറുകൾ നൽകുമ്പോൾ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന അവസരങ്ങൾ കൂടിയാണ് ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ വന്നാൽ ഇവിടെ അധികം പോപ്പുലേഷൻ ഒന്നുമില്ല, ജനസംഖ്യ വളരെ കുറവാണ്. അതേ നോർവേയുടെ ക്യാപിറ്റലായ ക്രിസ്ത്യൻസാൻഡിലെ ജനസംഖ്യ വെറും 1,18,000 മാത്രമാണ് 2025 കണക്ക് പ്രകാരം. ഇത്രയും ജനസംഖ്യ കുറഞ്ഞ, ജനസാന്ദ്രത തീരെ ഇല്ലാത്ത പ്രദേശങ്ങളാണ് സ്കാൻഡിനേവിയൻ കൺട്രികൾ. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യങ്ങൾ കൂടിയാണിത്. നമ്മൾ നെതർലാൻഡിലൊക്കെ പോകുന്നത് പോലെ തന്നെ ധാരാളം കനാലുകളെല്ലാം അവിടെ ഉണ്ട്. ഇത് ശരിക്കും ഇത് കനാലല്ല, കടൽവെള്ളം കയറി കിടക്കുന്ന ഏരിയകളാണ്. 3 ലക്ഷത്തിലധികം ദ്വീപുകളുള്ള രാജ്യമായതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഐലൻഡുകൾ കാണാം. അതുകൂടാതെ ബോട്ട് സർവീസാണ് പ്രധാനമായും ഒരു ട്രാൻസ്പോർട്ട് മീഡിയ. ബസ്സുകളും ട്രെയിനുകളെക്കാൾ കൂടുതൽ ബോട്ടുകളാണ് ഈ തീരപ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. നോർവേയിലെ മറ്റ് പ്രദേശങ്ങളിൽ 15-16 ഡിഗ്രി താപനിലയുള്ളപ്പോൾ ഇവിടെ 22-23 ഡിഗ്രിയാണ് താപനില. നല്ല മോഡറേറ്റ് ആയിട്ടുള്ള പ്ലസന്റ് വെതറാണ് ഇപ്പോൾ. എല്ലായിടത്തും അതിമനോഹരമായ സ്ഥലം, ശാന്തമായി കിടക്കുന്ന ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കാൻഡിനേവിയൻ ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം കൂടിയാണ് ക്രിസ്ത്യൻസാൻഡ്. നോർവേയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ധാരാളം പേര് അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടെത്താറുണ്ട്. ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും നിരവധി ഇവിടെ കാണാൻ കഴിഞ്ഞു. ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതേപോലെ കടലിനുള്ളിലോട്ട് പാലങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. മരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതേപോലുള്ള സ്ട്രക്ചറുകൾ എല്ലായിടത്തും തന്നെയുണ്ട്. ഹെൽത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് സ്കാൻഡിനേവിയൻ കൺട്രികളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല എക്സർസൈസിനും വലിയ പ്രാധാന്യമാണ് ലൈഫിലുള്ളത്. റെസിഡൻഷ്യൽ ഏരിയകൾക്ക് സമീപമായി നടക്കുന്നതിന് വേണ്ടി ഇതേപോലെ നിരവധി ഫെസിലിറ്റികൾ ഒരുക്കിയിട്ടുണ്ട്. പുൽത്തകിടിയും അതിന് സൈഡിലായി നടക്കാൻ പറ്റുന്ന ഫുട്പാത്തുകളും എല്ലായിടത്തും കാണാം. ഇതേപോലുള്ള നോർത്തേൺ രാജ്യങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല സമ്മർ സമയത്ത്. ഫിൻലൻഡിന്റെ കാര്യത്തിലും നോർവേയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സമ്മർ സമയത്ത് സൂര്യൻ അസ്തമിക്കാതെ 24 മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഈ രാജ്യങ്ങളിലുള്ളത്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കർട്ടൻ ഇട്ട് ഉറങ്ങുന്ന രീതിയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. പൊതുസ്ഥലങ്ങൾ എത്രത്തോളം വൃത്തിയായാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത് എന്ന് ഈ സ്ഥലങ്ങൾ കണ്ടാൽ മനസ്സിലാകും. സൗത്ത് നോർവേയുടെ ക്യാപിറ്റലായ ക്രിസ്ത്യൻസാൻഡിൽ എല്ലായിടത്തും ഇതേപോലെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന പള്ളിയാണിത്. ആ പള്ളിയോട് ചുറ്റുവട്ടത്തായി ഇതുപോലെ മനോഹരമായി ഒരു ഗാർഡൻ പോലെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും സ്ട്രീറ്റുകളാണെങ്കിലും എത്ര മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതുപോലെ വലിയ പില്ലേഴ്സ് പോലെയാണ് പൂക്കളൊക്കെ നട്ടിരിക്കുന്നത്. ചെറിയ പൂച്ചെടികളൊക്കെ ഇത് വലിയൊരു പില്ലേഴ്സ് പോലെ വളരെ ഉയരത്തിലാണ് ഇത് നട്ടിരിക്കുന്നത്. അതുകൂടാതെ എല്ലായിടത്തും ധാരാളം ചെടികൾ നട്ടിരിക്കുന്നു. നിറയെ പൂക്കളാണ് എവിടെ നോക്കിയാലും. പകൽ സമയത്ത് ഏതെങ്കിലും ഒരു തീരത്ത് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണുകയായിരിക്കും. വൈകുന്നേര സമയത്താണ് ഇതേപോലെ ഷിപ്പിൻ്റെ ഉള്ളിൽ വരിക, ഇതേപോലുള്ള ഷോപ്പിങ്ങിനൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക. രാത്രി സമയത്ത് ഷിപ്പ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഡാൻസ് ഇവന്റുകൾ, തിയേറ്റർ പ്രോഗ്രാമുകൾ, മറ്റ് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് എല്ലാം ഷിപ്പിനുള്ളിൽ എപ്പോഴും തന്നെ ഉണ്ടാകും. അത്തരം പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ നമ്മൾക്ക് അവർ നൽകിയിട്ടുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതിനൊന്നും പ്രത്യേക ചാർജ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. സാധാരണ ക്രൂയിസ് യാത്രകളൊക്കെ തന്നെ ഒരാഴ്ചയോ അതിലധികമോ ഡ്യൂറേഷനുള്ള ട്രിപ്പുകളായിരിക്കും. 7 ദിവസം മുതൽ 21 ദിവസം വരെയാണ് സാധാരണ ദൂരെയുള്ള യാത്രകളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് പല പല രാജ്യങ്ങളും സിറ്റികളും ഒക്കെ കണ്ട് തിരികെ എത്താവുന്ന രീതിയിലാണ് ഇത്തരം ഷിപ്പ് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഷിപ്പ് യാത്രയിലെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് തീരദേശ സിറ്റികളാണ് പ്രധാനമായിട്ടും കാണാനായി കഴിയുകയുള്ളൂ. ഷിപ്പ് ഒരു ദിവസക്കാലം മുഴുവൻ തീരത്തുണ്ടെങ്കിൽ ആ സമയത്ത് ധാരാളം ട്രിപ്പുകൾ ഷിപ്പിനടുത്ത് നിന്നും ഉണ്ടാകും. അത്തരമൊരു ട്രിപ്പ് നമുക്ക് ബുക്ക് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ഷിപ്പ് പോകുന്നതിന് മുൻപായി തിരികെ എത്തുന്ന ധാരാളം പാക്കേജ് ടൂറുകളും അവിടെ ഉണ്ടാകും. അത്തരം ടിക്കറ്റുകൾ എടുത്ത് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഷിപ്പിന്റെ ഉള്ളിൽ തന്നെ എക്സ്കർഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി പ്രത്യേക കൗണ്ടറുകളുണ്ട്. അവിടെ പോയി നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തി ബുക്ക് ചെയ്യാനുമാകും. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വലിയ പ്രാധാന്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ നൽകാറുള്ളത്. UK വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പേരും തയ്യാറാകുന്നത് കാണാം. പലരും റിട്ടയർമെന്റിന് ശേഷം രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാറുണ്ട്.
ചെയ്യാറുണ്ട്. എങ്കിലും അതൊരു നല്ല തീരുമാനമായിരിക്കില്ല. പലപ്പോഴും റിട്ടയർമെൻറ്റിന് മുൻപായി തന്നെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ചും മോർട്ട്ഗേജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മോർട്ട്ഗേജ് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി വലിയൊരു ക്യാഷ് ഓരോ മാസവും കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കംപ്ലീറ്റ്ലി റിസൈൻ ചെയ്തുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതിനായി എത്രയും വേഗം തന്നെ കടങ്ങളൊക്കെ തീർത്ത് നമുക്ക് മോർട്ട്ഗേജൊക്കെ ഫ്രീ ആയതിനു ശേഷം രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. ആനുവൽ ലീവ് ഒന്നും ആവശ്യമില്ലാതെ പാർട്ട് ടൈം ആയോ ബാങ്ക് ഓപ്ഷനുകളിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് കിട്ടുന്നത്. UK വന്ന് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മോർട്ട്ഗേജ് കംപ്ലീറ്റ്ലി അടച്ചു തീർക്കാനായിട്ട് പറ്റി. 10 വർഷക്കാലം രണ്ടുപേര് ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു വീട് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മോർട്ട്ഗേജ് ക്ലോസ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം ഞാൻ ലണ്ടനിലായതുകൊണ്ട്, ലണ്ടനിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് താമസം എടുത്തു മോർട്ട്ഗേജ് ഒക്കെ അടച്ചു തീർക്കുന്നതിന് വേണ്ടി. അത് എൻ്റെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാൻ ആയിരുന്നു. ഒരു തവണ മോർട്ട്ഗേജ് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ റിസൈൻ ചെയ്യുക, കൂടുതൽ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് പ്രാധാന്യം നൽകുക. ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്കിഷ്ടമുള്ള സമയത്തൊന്നും ആനുവൽ ലീവ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം ആയോ ബാങ്ക് ഓപ്ഷനിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താനാകും. കേരളമോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ UK ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു എംപ്ലോയി ആയി കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ക്യാഷൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ധാരാളം അവസരങ്ങളാണ് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുക. മിക്കവരും തന്നെ ഒരു 35-40 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന രീതിയാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുക. കുറെ കാലം മുൻപുണ്ടായിരുന്ന ട്രെൻഡുകളെല്ലാം മാറിയിരിക്കുന്നു. കുറെ നാൾ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ റിട്ടയർ ആകുന്നത് വരെ ആ ഒരു ജോലി ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോലി എന്നും വലിയ പ്രാധാന്യമില്ലാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു. അതൊക്കെ റിസൈൻ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യുന്നവരുടെ എണ്ണവും വളരെയധികമാണ്. ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം സാധ്യതകളാണ് ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ നൽകുന്നത്. 4-5 വർഷക്കാലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടി അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനും ഹോളിഡേയ്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകാനും പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇത്തരം വർക്ക് പ്ലേസുകളിലെല്ലാം ഉള്ളത്. ഹോളിഡേയ്സിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇംഗ്ലീഷുകാർ. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ദിവസമേ അവധിയുള്ളെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകും. കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യുക, അവർക്ക് വേണ്ടി ക്യാഷ് സമ്പാദിക്കുക, അവരെ നല്ല നിലയിലെത്തിക്കുക, അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ മാറ്റിവെക്കുക, അത്തരമൊരു രീതിയായിരുന്നു കുറേ കാലമൊക്കെ മുൻപുണ്ടായിരുന്നുവെങ്കിൽ അതിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് രീതി അനുസരിച്ച് കുട്ടികൾ അവരുടെ കഴിവനുസരിച്ച് അവർ സ്വയം ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് പൊതുവെ എങ്ങും കാണാനായി കഴിയുക. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിടുകയാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു മേഖലയിൽ അവരെ കൊണ്ടെത്തിക്കുന്നതിന് പകരം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പഠിക്കാനും അത്തരം മേഖലകളിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമാണ് അവർ നൽകുന്നതും. നല്ലൊരു ശതമാനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം ജീവിക്കാതെ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യുകയും അവരുടെ കുട്ടികളും ഇതേപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്ത് യാതൊരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളോ ഹോളിഡേയ്സോ ഒന്നുമില്ലാതെ ജീവിച്ചു മരിക്കുക മാത്രമാണ് ചെയ്യുക. റിട്ടയർ ചെയ്യുന്നത് വരെ ജോലി ചെയ്യുന്ന ആ രീതികളെല്ലാം മാറി സ്വയം ജീവിക്കുന്ന രീതിയാണ് ഇംഗ്ലീഷുകാർക്കിടയിലുള്ളത്. ഷിപ്പിനുള്ളിലെ ഗ്രാൻഡ് തിയേറ്ററിൽ ഓരോ ദിവസവും പ്രത്യേക ഡാൻസുകളുണ്ടാകും. ഇപ്പോഴൊരു പോൾ ഡാൻസ് ആണ് നടക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡാൻസുകളും ഇതേപോലുള്ള ഇവൻറ്റുകളും എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടാകും. പല പല സെക്ഷനുകളായി തിയേറ്ററിൽ എപ്പോഴും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഏത് സമയത്താണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് ജസ്റ്റ് ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയാൽ മതി. ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും പ്രധാന ക്രൂയിസ് ഷിപ്പുകളൊക്കെ പോകുന്ന തുറമുഖമാണ് സൗതാംപ്ടണിലുള്ളത്. അതുകൂടാതെ ഡോവറിലും തീരമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം. 10 ദിവസക്കാലം അവധിയുണ്ടെങ്കിൽ ഇത്തരം വലിയ യാത്രകളൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് UK നിന്നുമുള്ളത്. 2-3 ദിവസക്കാലം മാത്രമാണ് അവധിയുള്ളതെങ്കിലും നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കണ്ട് തിരികെ എത്താൻ പറ്റും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏജൻസി വഴിയൊന്നുമല്ല, ഡയറക്റ്റായി തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റും ഹോട്ടലും ഒക്കെ ബുക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ക്രൂയിസ് ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയറക്റ്റായി തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്.
പലർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായി നടത്താത്തതുകൊണ്ടാണ്. കൂടുതൽ കടങ്ങൾ വാങ്ങുകയല്ല, ഉള്ള കടം എത്രയും വേഗം തന്നെ തീർക്കുക എന്ന മെത്തേഡാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ UK വന്നിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ വീട് വാങ്ങി കൂടുതൽ കടങ്ങളിലോട്ട് പോകുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അത് ലോങ് ടൈമിൽ നമുക്ക് ബെനിഫിറ്റ് ആണെങ്കിലും നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും പൊതുവേ ഉണ്ടാവുക. കടങ്ങൾ കംപ്ലീറ്റ്ലി തീർക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാനമാണെങ്കിൽ പോലും സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നേരത്തെ റിട്ടയർ ചെയ്തുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളിലോട്ട് മാറുകയും ചെയ്യാം. എങ്ങനെ മോർഗേജ് ഫ്രീ ആകാം, നേരത്തെ കടങ്ങളൊക്കെ തീർക്കാം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ മുൻ വീഡിയോകളൊക്കെ കണ്ട് കുറേ അധികം പേർ കടങ്ങളൊക്കെ തീർത്ത് മോർഗേജ് ഫ്രീ ആയി ജോലി റിസൈൻ ചെയ്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. വളരെയധികം സന്തോഷം. 60-65 വയസ്സ് വരെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്യുന്നതിന് പകരം 35-40 വയസ്സിൽ റിട്ടയർ ചെയ്യുകയും പിന്നീട് സ്ഥലങ്ങളൊക്കെ കാണാനും കേരളത്തിലാണെങ്കിലും കുറേ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇതേപോലെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ധാരാളം പ്രോഗ്രാമുകളാണ് ഇതിനുള്ളിലുള്ളത്. കടലിന്റെ നടുക്കാണെന്ന് നമ്മൾ അറിയാത്ത രീതിയിൽ ഒരു അനുഭവമാണ് നമുക്ക് ഷിപ്പിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും യാത്രയൊക്കെ ടയേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. വിമാനത്തിൽ ഇറങ്ങി പിന്നെ ഹോട്ടലിലോട്ട് പോകണം. നമ്മളൊരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന പോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാം. ഇതേപോലെയുള്ള സ്ട്രീറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിലൂടെ നടക്കാം. ഷോപ്പിംഗ് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ ഒരു രീതിയിലാണ് ഷിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ മുകളിലോട്ടൊക്കെ നമുക്ക് കാണാം ഇതുപോലുള്ള തീമുകളൊക്കെ ധാരാളമുണ്ട്. ഓരോ ദിവസവും ഈ തീംസൊക്കെ മാറി വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോപ്പുകളിൽ കയറി നോക്കാം. ഷിപ്പിന്റെ യാത്ര അവസാനിക്കാറാകുമ്പോഴേക്കും പല സാധനങ്ങളും വലിയ ഓഫറിലാണ് അവർ വിൽക്കുന്നത്. എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ കപ്പൽ യാത്ര അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വാങ്ങുകയാണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത്. കുറഞ്ഞ വിലയ്ക്ക് വലിയ ഓഫറിലാണ് അവർ ഐറ്റംസ് ഒക്കെ വിൽക്കുക. പ്രത്യേകിച്ചും ലിക്കർ ഐറ്റംസിനൊക്കെ വലിയ വില കുറവായിരിക്കും അവസാന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ നോർവേയിലെ മറ്റൊരു സിറ്റിയിലോട്ട് എത്തുകയാണ്. നോർവേയിലെ പ്രധാന സിറ്റിയായ ക്രിസ്ത്യൻസാൻഡിലോട്ടാണ് ഇപ്പോൾ എത്തുന്നത്. എല്ലായിടത്തും തന്നെ കടൽവെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണ് നോർവേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ക്രിസ്ത്യൻസാൻഡ്. ഇപ്പോൾ നമുക്ക് ദൂരെ കാണാം ഇതുപോലുള്ള ചെറിയ ചെറിയ ദ്വീപുകളെല്ലാം ചേർന്ന ഒരു പ്രദേശമാണിത്. ചെറിയ ചെറിയ ഐലൻഡുകളുടെ ഒരു ഏരിയ കൂടിയാണിത്. നമ്മൾ നോർത്ത് വെസ്റ്റ് നോർവേയിൽ പോയിരുന്നു. ഇതിപ്പോൾ സൗത്ത് നോർവേ ആണ്. സൗത്ത് നോർവേയിലെ പ്രധാന സിറ്റി കൂടിയാണ് ക്രിസ്ത്യൻസാൻഡ്. ലക്ഷക്കണക്കിന് ഐലൻഡുകൾ കൂടിച്ചേർന്ന രാജ്യമാണ് നോർവേ. 3,20,000-ലധികം ഐലൻഡുകളാണ് നോർവേയിലുള്ളത്. ഇത്രയധികം ഐലൻഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ കപ്പലുകളും ബോട്ടുകളും പ്രധാനമായും ഇവർ ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് ആനയാണ് ഏറ്റവും വലിയ ജീവിയെങ്കിൽ നോർവേയിലെത്തിയാൽ മൂസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജീവി. 700 കിലോയോളം തൂക്കം വയ്ക്കുന്ന നമ്മുടെ നാട്ടിലേക്കുള്ള കാട്ടുപോത്തിന്റെ സാദൃശ്യമുണ്ടെങ്കിലും മാനുകളെ പോലെ കൊമ്പുകളുള്ള ജീവി കൂടിയാണിത്. നോർവേയിലെ പോർട്ടുകളിൽ കപ്പൽ വന്നെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു പൂന്തോട്ടത്തിലെത്തിയ ആ ഒരു പ്രതീതിയാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ലഭിക്കുക. നമ്മുടെ നാട്ടിലെ പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലായിടത്തും വളരെ മനോഹരമായ രീതിയിലാണ് പോർട്ടുകളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോർവേയിലെ വീടുകളൊക്കെ വളരെ കളർഫുൾ ആണ്. പ്രത്യേകിച്ചും റെഡ് കളർ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാം. ഒരു സ്റ്റാറ്റസ് സിമ്പിളായി പുരാതന കാലം മുതലേ ഉപയോഗിച്ച കളറാണ് റെഡ്. മൈനിങ് സൈറ്റുകളിൽ നിന്നുള്ള ഇരുമ്പിന്റെ അംശം ചേർന്ന ഇത്തരം പെയിന്റുകളാണ് പ്രധാനമായും അവർ ഉപയോഗിച്ചു പോകുന്നത്. പല നിറത്തിലുള്ള വീടുകൾ നമുക്കിവിടെ വളരെ കോമൺ ആയിട്ട് കാണാം. നമ്മുടെ വീട്ടിലൊക്കെ കാർ ഉള്ളതുപോലെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് സ്വന്തമായി ബോട്ടുകളുണ്ട്. ചെറിയ ബോട്ടുകളാണ് വളരെ വ്യാപകമായി നമുക്കിവിടെ കാണാൻ കഴിയുക. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുന്ന ഒരു സിറ്റിയാണിത്. മറ്റ് സിറ്റികൾ പോലെ തന്നെ മറ്റ് സിറ്റികളിലും ഇതേപോലെ തന്നെയാണ്. ധാരാളം ദ്വീപുകളെല്ലാം ചേർന്ന ഒരു പ്രദേശമാണ് നോർവേ. മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൂട് കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ്. എല്ലായിടത്തും വലിയ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ ഏറ്റവും അധികം പേർ അവധിക്കാലം ചെലവഴിക്കാനെത്തുന്ന പ്രധാന സ്ഥലം കൂടിയാണിത്. ഓരോ വർഷവും 1 മില്യണിലധികം പേരാണ് ക്രിസ്ത്യൻസാൻഡ് വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം കൂടിയാണിത്. നല്ല ചൂട് കാലാവസ്ഥയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് എത്തുന്നത്. നോർവേയുടെ തന്നെ ഏറ്റവും തിരക്കുള്ള സിറ്റികളിൽ ഒന്നുകൂടിയാണ് ക്രിസ്ത്യൻസാൻഡ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ തീരെ ജനസാന്ദ്രത കുറവാണ്. വിജനമായ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും കാണാൻ പറ്റുക. ഇപ്പോൾ ഈ കപ്പലിൽ വന്ന യാത്രക്കാരൊഴിച്ചാൽ ഇവിടെ പൊതുവെ വിജനമാണ്. ഇതേപോലെ മനോഹരമായ തീരങ്ങളാണ് മിക്ക സ്ഥലങ്ങളിലും കാണാൻ കഴിയുക. ജനസാന്ദ്രത കുറവാണെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ക്രിസ്ത്യൻസാൻഡ്. 1885 നിർമ്മിച്ച ക്രിസ്ത്യൻസാൻഡ് പള്ളി ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. 2000-ലധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ പള്ളിയായിരുന്നു ഇത്. ഇതിന്റെ കപ്പാസിറ്റി ഇപ്പോൾ 1000-ആയി കുറച്ചത് മറ്റു പള്ളികൾ നിർമ്മിച്ചതിനാലും വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞതിനാലും.
സിമെന്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് തോന്നിയാലും അതൊരു ഒറ്റ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമാണ്. ഇപ്പോൾ ഒരു വശത്ത് നമുക്ക് കാണാം മിനുസപ്പെടുത്താതെ അതേപോലെ പഴയ രീതിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതേപോലെ മനോഹരമായ ധാരാളം സ്ട്രക്ചറുകളാണ് സൗത്ത് നോർവേയിലെ ക്രിസ്ത്യൻ സാൻഡിൽ വരികയാണെങ്കിൽ കാണാൻ പറ്റുക. സ്ട്രീറ്റുകളെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായി നിറയെ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ. എല്ലായിടത്തും നിറയെ പൂച്ചെടികളാണ് നമുക്ക് ഈ സ്ട്രീറ്റിൽ വരുമ്പോൾ കാണാൻ പറ്റുക. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 7ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്ട് എല്ലായിടത്തും നമുക്ക് കാണാം. യൂറോപ്പിലെ ഒട്ടുമിക്ക സ്ട്രീറ്റുകളും ഏകദേശം ഈ ഒരു രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. വളരെ പുരാതന ബിൽഡിങ്ങുകളെല്ലാം വളരെ നന്നായി സംരക്ഷിച്ചിരിക്കുന്നു. രാത്രി കാലങ്ങളിലാണെങ്കിലും നമുക്ക് എവിടെയും ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്ന ആ ഒരു സേഫ്റ്റിയാണ് അവർ എപ്പോഴും ഓഫർ ചെയ്യുന്നതും. ഇപ്പോൾ കേരളത്തിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന പ്രധാന അഡ്വൈസാണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കരുത് എന്നുള്ളത്. നിരവധി ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു അഡ്വൈസ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകൾക്ക് കേരളത്തിലോട്ട് പോകുന്നതിന് മുൻപായി അവർ നൽകുന്നത്. യൂറോപ്പിലും ഇംഗ്ലീഷ് രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ക്രൈം റേറ്റ് എത്ര കുറവാണ്, എത്ര സുരക്ഷിതമായാണ് നമുക്ക് എല്ലായിടത്തും നടക്കാൻ പറ്റുക. പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഒറ്റയ്ക്ക് ഏത് രാത്രിയിലും എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്ന ആ ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് രാത്രിയിലോ പകലോ വ്യത്യാസമില്ലാതെ എവിടെയും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. ഇപ്പോൾ ധാരാളം പേര് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ റീലൊക്കേറ്റ് ചെയ്തവരുണ്ട്. അവരുടെ പ്രധാന ലക്ഷ്യം 4-5 വർഷക്കാലം ജോലി ചെയ്ത് സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിച്ചതിന് ശേഷം മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുക. ഇംഗ്ലീഷ് രാജ്യങ്ങളാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. കൂടുതൽ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓസ്ട്രേലിയ പലപ്പോഴും ഒരു നല്ല ചോയ്സ് അല്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന വലിയൊരു ഭൂഖണ്ഡം. അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ വിമാനത്തിലിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രാവൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ കാനഡയോ അമേരിക്കയോ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നതിന് എളുപ്പമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് പൊതുവായി നിലനിൽക്കുന്നത്. ഇന്ന് ഷിപ്പിൽ എല്ലാവരും വെള്ള വസ്ത്രം ഇട്ടുകൊണ്ടുവന്ന ദിവസമാണ്. ഇതേപോലെ ഓരോ തീമുകൾക്കനുസരിച്ചാണ് നമ്മൾ വേഷം ധരിക്കുന്നത്. അത്തരത്തിൽ കർശന നിയമങ്ങളൊന്നുമില്ലെങ്കിലും അവരോടൊപ്പം അവരുടെ ഡ്രസ്സ് ധരിച്ച് നടക്കുക എന്നുള്ളത് വ്യത്യസ്തമായ ഒരു അനുഭവം കൂടിയാണ് നൽകുക. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും മാറ്റിവെക്കാതിരിക്കുകയാണ് നല്ലത്. ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അടുത്ത 1-2 ദിവസക്കാലമെങ്കിലും ഫ്രീ ആണെങ്കിൽ ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. മാറ്റിവെക്കുന്ന യാത്രകളൊന്നും പലപ്പോഴും നടക്കാറില്ല. അപ്പോൾ ക്രൂയിസ് ഷിപ്പിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യാം. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.